വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാഠമാവും ഞങ്ങളെ ഐഡിയ ആൻഡ് ഏർലി സ്റ്റേറ്റ്, അതായത് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും കേട്ടോ. അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട് ഞാൻ ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠത്തിൻ്റെ പേര് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. സോഷ്യൽ സയൻസ് എന്ന് വെച്ചാൽ നമുക്ക് 2 പുസ്തകങ്ങളാണ് കേട്ടോ. ജിയോഗ്രഫിയുടെ പുസ്തകത്തിനാണ് ഈ സോഷ്യൽ സയൻസ് 2, അതായത് 2 പുസ്തകങ്ങളുണ്ട് കേട്ടോ. അതിൽ 1ാമത്തെ പുസ്തകത്തിൻ്റെ 2ാമത്തെ പാഠമാണ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും, ഐഡിയ ആൻഡ് ഏർലി സ്റ്റേറ്റ് കേട്ടോ. അതിൻ്റെ 30 ക്വസ്റ്റ്യൻ ആൻസർ, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഈ ചാപ്റ്ററിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ 1 വേർഡ് ക്വസ്റ്റ്യൻ വേണ്ടുന്നവരൊന്ന് പറയണേ നിങ്ങൾ. ഈ ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഞാൻ എൻ്റെ ക്ലാസ് കാണുന്നവർക്കറിയാം 5, 6, 7, 8 ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും മാത്സിൻ്റെയും ഫുൾ നോട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ, അതായത് മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉണ്ടോ നിങ്ങളെ, അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് 1ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും ഉള്ളത് കൊണ്ട് ഏതെങ്കിലും വാക്ക്, ചില ആൾക്കാരുടെയൊക്കെ പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്കത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ഇതിനകത്തിലെല്ലാം ഉണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നോക്കൂ കുഞ്ഞുങ്ങളെ. പ്രൊമിനൻ്റ് ഫിലോസഫർ ഇൻ ദ വേൾഡ് ഇൻ 16th century. ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതണേ നിങ്ങളെ. പ്രൊമിനൻ്റ് ഫിലോസഫർ ഇൻ ദ വേൾഡ് ഇൻ 16th century, അതായത് BCE, അതായത് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ BC 6ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിൽ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നാണ്. അതായത് BC 6ാം നൂറ്റാണ്ട് നമ്മുടെ ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. ഈ കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ഗൗതമ ബുദ്ധനും വർദ്ധമാന മഹാവീരനും പോലുള്ള മഹാത്മകൾ പുതിയ ആശയങ്ങളൊക്കെ കുറേ പ്രചരിപ്പിച്ചിരുന്നു. മതപരമായ മാറ്റങ്ങൾക്കൊപ്പം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയ മേഖലയിലൊക്കെ വലിയ പരിവർത്തനങ്ങൾ ഇവർ സംഭവിച്ചു. ഗംഗാതടത്തിൽ ഇരുമ്പുപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം കാർഷിക മേഖലയിലും വ്യാപാരത്തിലും നഗര വളർച്ചയിലുമൊക്കെ പുരോഗതി ഉണ്ടാക്കി. നമ്മുടെ പഴയകാല വേദ ആചാരങ്ങൾക്ക് പകരം ലളിതമായ ജൈനമതവും ബുദ്ധമതവും ഒക്കെ ജനങ്ങൾ സ്വീകരിച്ചു. കൂടാതെ ഗോത്ര ഭരണത്തിൽ നിന്ന് മാറിയിട്ട് മഹാജനപദങ്ങൾ എന്ന വലിയ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടു. മനസ്സിലാക്കണേ കേട്ടോ. അപ്പം അതിനകത്തിലെ 1ാമത്തെ, മലയാളം മീഡിയക്കാരാണെങ്കിൽ ഇങ്ങനെ എഴുതാം, BC 6ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിൽ പുതിയ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ച വ്യക്തികൾ, പ്രൊമിനൻ്റ് ഫിലോസഫറാണ് കേട്ടോ. പ്രചരിപ്പിച്ച വ്യക്തികൾ ആരെല്ലാമാണ്? പേര് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. വർദ്ധമാന മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ ഇൻ ഇന്ത്യ. പേര് നോക്കണേ. വർദ്ധമാന മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ. പിന്നെ ആ പേര് നോക്കിയേ, സരതുഷ്ട എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയേ. TU ഉണ്ട് കേട്ടോ. തരതുഷ്ട്ര TRA, സരതുഷ്ട്ര ഇൻ ഇറാന് കേട്ടോ. മലയാളം മീഡിയക്കാരുടെ ആ ടെസ്റ്റ് ഒന്ന് നോക്കണേ നിങ്ങളെ. കേട്ടോ, അത് നല്ലപോലെ നോക്കണേ. സരതുഷ്ട്ര എന്നാണ് കേട്ടോ. ആ പേര് നിങ്ങൾ ടെസ്റ്റും കൂടി വെച്ച് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. സരതുഷ്ട്ര കേട്ടോ. ഓക്കെ, ഇറാനിലാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷ്യസ് ഇൻ ചൈനയിലെ കൺഫ്യൂഷ്യസ്. അതുപോലെ തന്നെ ഗ്രീസിലെ ഹെറാക്ലീറ്റസ് എന്നാണ് കറക്റ്റ് ഇംഗ്ലീഷിൽ കേട്ടോ. അതിനകത്തിൽ ഹെറാക്ലീറ്റസ് ആവും നിങ്ങളെ. ഹെറാക്ലീറ്റസ് കേട്ടോ. ഹെറ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹെറ്റാക്ലീറ്റസ് അല്ല, കറക്റ്റ് ഹെറാക്ലീറ്റസ് എന്ന് തന്നെ. അപ്പോൾ പേരുകൾ നിങ്ങൾ നോക്കണേ. ഞാൻ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോഴേ നമ്മളിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പം മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ വർദ്ധമാന മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ, ഇറാനിലെ ആരാണ്? സരതുഷ്ട്ര കേട്ടോ. സരതുഷ്ട എന്ന് മലയാളത്തിൽ അടിച്ചിരിക്കുന്നത് സരതുഷ്ട ഇൻ ഇറാന്. പിന്നെ കൺഫ്യൂഷ്യസ് ഇൻ ചൈന, ഹെറാക്ലീറ്റസ് ഇൻ ഗ്രീസിലാണ് ഹെറാക്ലീറ്റസ് കേട്ടോ. ഹെറ്റാക്ലീറ്റസ് എന്നാണ് എഴുതിയത്. അത് നിങ്ങൾ മാറ്റിയിട്ട് ഹെറാക്ലീറ്റസ് എന്നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, അതെല്ലാം അറിയാമല്ലോ. ഇനി 1ാമത്തെ നോക്കണേ നിങ്ങൾ, നല്ലപോലെ മനസ്സിലായല്ലോ. അടുത്ത 2ാമത്തത് നോക്കിയേ. ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ഇൻ ദ ഇൻഫർമേഷൻ ഓഫ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഇൻ ഗംഗ ബാസിൻ.
ഗംഗാ ബാസിൻ. നോക്കിക്കേ, നമ്മുടെ BC 6-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഗംഗാ ബാസിൻ എന്ന് വെച്ചാൽ ഗംഗാതടത്തിൽ നവീന ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങളുണ്ടല്ലോ, അതിൻ്റെ വളർച്ചയെ സഹായിച്ച ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ ഏതെല്ലാം? മലയാളം മീഡിയക്കാർ ആ ചോദ്യം എഴുതണം കേട്ടോ. മലയാളം മീഡിയക്കാർ അങ്ങനെ എഴുതണം. BC 6-ാം നൂറ്റാണ്ടിൽ ഗംഗാതടത്തിൽ നവീന ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ, അതാ നവീന ആശയങ്ങളുടെ വളർച്ചയെ സഹായിച്ച ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷിക ഉൽപാദനത്തിൻ്റെ വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. ഇംഗ്ലീഷ് മീഡിയക്കാരെ അത് പഠിക്കണം നിങ്ങൾ കേട്ടോ. രണ്ടും കൂടെ ഉള്ളത് കൊണ്ട് അവനവൻ്റെ വേണം എഴുതാൻ. ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷിക ഉൽപാദക വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും നോക്കിക്കേ. അതായത് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസ്, കാർഷിക ഉൽപാദനത്തിൻ്റെ ഇൻക്രീസ് എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക, കൂടുക അല്ലേ. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസ്. പിന്നെ ഗ്രോത്ത് ഓഫ്, എന്തോത്തിൻ്റെ ഗ്രോത്ത്, എന്തൊക്കെ വളർന്നു? കച്ചവടം, ട്രേഡ് ആൻഡ് സിറ്റീസ്, നഗരങ്ങളൊക്കെ എന്നിവയുടെ വളർച്ച. രണ്ടെണ്ണം പഠിച്ചല്ലോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് എന്താണെന്നറിയോ, ചിലപ്പോഴേ നമ്മൾ ഈ എഴുതുമ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് വെച്ചാൽ ഞാനിത് പറയുന്നത്. നോക്കൂ, നിങ്ങളെ അടുത്ത മൂന്നാമത്തെ 6th century BCE വാസ് എ റീമാർക്കബിൾ പീരീഡ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. വൈ? ഇത് 6-ാം നൂറ്റാണ്ട്, BC 6-ാം നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത് അല്ലേ. 6th century BCEയിൽ റീമാർക്കബിൾ പീരീഡ് ഇൻ വേൾഡ് ഹിസ്റ്ററി. വൈ? ചോദ്യം കേട്ടല്ലോ, നല്ലപോലെ മനസ്സിലായോ? അതായത് അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങളെ. ദിസ്, അല്ലെങ്കിൽ മലയാളം പറഞ്ഞിട്ട് പറയാം. നോക്കിക്കേ, BC 6-ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ട്? BC അല്ലേ, ബിഫോർ ക്രൈസ്റ്റ് ആണേ നിങ്ങളെ, ബിഫോർ ക്രൈസ്റ്റ് അല്ലേ, യേശുക്രിസ്തു ജനിക്കുന്നതിനൊക്കെ മുമ്പ്. BC 6-ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ട്? അതായത് നമ്മുടെ ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനും, ഇറാനിൽ ശരതുഷ്ടനും, ചൈനയിൽ മുമ്പ് നമ്മൾ പറഞ്ഞില്ല കൺഫ്യൂഷ്യസും, ഗ്രീസിൽ ഹെറാക്ലീറ്റസും പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു BC 6-ാം നൂറ്റാണ്ട്. നമ്മൾ കുറേ പേരുടെ പേര് മുമ്പ് പഠിച്ചില്ലേ? ആരൊക്കെയാ? ഇന്ത്യയിൽ ആരൊക്കെയാ? വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനും അല്ലേ. ഇറാനില് ശരതുഷ്ട, നമ്മൾ പറഞ്ഞല്ലേ ശരതുഷ്ടൻ. ചൈനയില് കൺഫ്യൂഷ്യസ്, ഗ്രീസില് ഹെറാക്ലീറ്റസ്. ഇവരുടെയൊക്കെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു BC 6-ാം നൂറ്റാണ്ട്. അവരുടെ ആശയങ്ങൾ അതുവരെ ലോകത്ത് നിലനിന്നിരുന്ന വിശ്വാസ വ്യവസ്ഥയൊക്കെ മാറ്റിമറിച്ചു. ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഓരോ ആശയങ്ങളുണ്ടല്ലോ നിങ്ങളെ, ഇതുവരെ അത്രയും നാളും ആ ലോകത്ത് നിലനിന്നിരുന്ന വിശ്വാസ വ്യവസ്ഥയൊക്കെ മാറ്റിമറിച്ചു. നോക്കണേ, അവിടെ ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു അത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാ. ഓക്കെ ആണല്ലോ. ഇനി ഈ കാലയളവിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങളും നിലവിൽ വന്നു. 4 പോയിന്റേ ഉള്ളൂ. ആ 4 പോയിന്റും ഈ കാലയളവിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ അന്നേരം സംഭവിച്ചിരുന്നു. പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ അന്നേരം നിലവിൽ വന്നു എന്നുള്ളതാണ്. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ എഴുതും കുഞ്ഞിലെ നോക്കിക്കേ. ദീസ് വാസ് ദ ടൈം വെൻ വർദ്ധമാന മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ ഇൻ ഇന്ത്യ, നോക്കിയേ, സരതുഷ്ട്ര ഇൻ ഇറാന്, കൺഫ്യൂഷ്യസ് ഇൻ ചൈന ആൻഡ് ഹെറാക്ലീറ്റസ് ഇൻ ഗ്രീസ് സ്പ്രെഡ് ന്യൂ ഐഡിയ. കേട്ടോ, ന്യൂ ഐഡിയ. പിന്നെയോ, പിന്നെ their ideas changed the belief systems that had existed in the world until then. In this period, drastic change also occurred in economic and political field across the world. New political system also came into existence.
പുതിയ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്തു? അവിടെ വന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ അവിടെ നിലവിൽ വന്നു. 4-മത്തെ, ആരാണ് ഗഹപതീസ്? കേട്ടോ, ഗഹപതീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? നോക്കിയേ, അതിൻ്റെ 3 പോയിന്റാണ്. ദ ഇമ്പോർട്ടൻ്റ് ന്യൂ ക്ലാസ് എമേർജ്ഡ് ഇൻ ഗംഗാബാസിൻ. ദ ഇമ്പോർട്ടൻ്റ് ന്യൂ ക്ലാസ് എമേർജ്ഡ് ഇൻ ഗംഗാബാസിൻ. അതുപോലെ തന്നെ ദേ ആർ റിച്ച്. ഇവരെന്തായിരുന്നു? റിച്ച് ആയിരുന്നു. പിന്നെയോ ദേ വെയർ എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് ഓൺഡ് ലാൻഡ്. ഓരോ വാക്കും നോക്കണേ നിങ്ങളെ. ആരാണ് ഗഹപതീസ്? കേട്ടോ, ഗഹപതീസ് എന്ന് വെച്ചാൽ ഗഹപതികൾ എന്ന് വെച്ചാൽ ആരാണ്? വർണ്ണവ്യവസ്ഥയ്ക്ക്, വർണ്ണം എന്ന് വെച്ചാൽ എന്താ, കളറിൻ്റെ പേരിൽ പുറത്തുയർന്നു വന്ന ധനാഢ്യരായ ഒരു വിഭാഗം ആൾക്കാരെയാണ് ഗഹപതീസ് എന്ന് പറയുന്നത്. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ഉയർന്നു വന്ന ധനാഢ്യരായ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഗഹപതികൾ എന്ന് പറയുന്നത്. ഇവര് ട്രേഡ് ആൻഡ് ഓൺ ലാൻഡ്, കച്ചവടം തൊഴിലാക്കി ഇവര് ഭൂമി കൈവശം വെച്ചിരുന്നു. കച്ചവടം, അവർ തൊഴിൽ നോക്കിയിട്ടോ. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നല്ലോ, ഉള്ള ഭൂമിയൊന്നും അവർ നശിപ്പിക്കാതെ അവർ കൈവശം വെച്ചിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവര് മെച്ചപ്പെട്ട സാമൂഹ്യ സ്ഥാനവും നേടി എന്നാ പറയുന്നത്. ആരെക്കുറിച്ചാ? ഗഹപതികളെ കുറിച്ചാട്ടോ. ഇവർക്ക് സമ്പത്തുള്ളത് കൊണ്ടേ ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവര് മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം അവര് നേടി എന്നാണ് പറയുന്നത്. കേട്ടോ, മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. അതായത് ഈ ഗഹപതികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതടത്തിലായിരുന്നു. നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഈ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. തൽഫലമായി കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചിരുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നു വന്നു. ഇത് യാഗങ്ങൾക്കും മൃഗബലികൾക്കും ഒക്കെ പ്രാമുഖ്യം നൽകിയിരുന്ന ഒരു വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. യാഗങ്ങളുടെ ഭാഗമായിട്ട് ഇവര് കന്നുകാലികളെ വ്യാപകമായിട്ട് ബലി കൊടുക്കുന്നത് കൃഷിയെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചു. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ഇവര് ആഗ്രഹിച്ചിരുന്നു. ഇക്കാലത്ത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. ഇവയിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഈ ധനാഢ്യരായ ഗഹപതികൾ. കേട്ടോ, ആരാണ്? അതായത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നിരുന്നു. വർണ്ണം, ഇവയിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ധനാഢ്യർ, പണക്കാരാട്ടോ, ധനാഢ്യരായ ഗഹപതികൾ. കച്ചവടം തൊഴിലാക്കി ഇവര് ഭൂമി കൈവശം വെച്ചിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന ശ്രേണിയിൽ നേരിടുന്ന ഇവര് മെച്ചപ്പെട്ട സാമൂഹ്യ സ്ഥാനം നേടി. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ ഉയർന്നു വന്നത്. ഇവർ തന്നെ പുതിയ പുതിയ ആശയധാരകളൊക്കെ ഇവിടെ ഉയർന്നു വന്നു. ഇത്തരം ആശയധാരകളിൽ പ്രധാനപ്പെട്ടയായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവയുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചു എന്നാണ് നമ്മുടെ ടെസ്റ്റിനകത്തിൽ അത് പറയുന്നുണ്ട്. ഗഹപതികൾ എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ് തന്നെ എഴുതണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ്? ആ പേര് നോക്കി കഴിഞ്ഞാൽ തീർത്ഥങ്കരൻ, തീർത്ഥങ്കര. നമ്മൾ ഈ ഇംഗ്ലീഷ് മലയാളം പറയുമ്പോൾ ഇന്ന് പറയല്ലേ, തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് തീർത്ഥങ്കര? എന്താ? Those who have attained enlightenment through asceticism. അസറ്റിസം കണ്ടോ, എസ് എന്നുണ്ടോ അവിടെ, ASCE ഉണ്ട് കേട്ടോ, അസറ്റിസം കണ്ടോ. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ, സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ കേട്ടോ. ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അസറ്റിസം. ഹു ഈസ് ഫസ്റ്റ്? ആരാണ് തീർത്ഥങ്കര? ആരാ കുഞ്ഞുങ്ങളെ ഫസ്റ്റ്? ഒന്നാമത്തെ തീർത്ഥങ്കര ആരാണ്? ഹു ഈസ് ദ ഫസ്റ്റ്? ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? ഋഷഭദേവൻ. ഋഷഭദേവ കണ്ടോ, ഋഷഭദേവ പേര് നോക്കിക്കോണേ. ഓക്കെ, അടുത്ത 7-മത്തെ, ഹു ഈസ് ദ 20th എന്ന് വെച്ചാൽ അവസാനത്തവുമാണ് 24-മത്തെയുമായ തീർത്ഥങ്കരൻ ആരാണെന്ന്. അവസാനത്തെ, അതോടെ തീർന്നു കേട്ടോ. 24-മത്തെ അതായത് അവസാനത്തേതും 24-മത്തേതുമായ തീർത്ഥങ്കരൻ ആരാണ്? ആരാ? വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീരൻ
അപ്പോൾ ആരായി വർത്തമാന മഹാവീരൻ? അദ്ദേഹം അവസാനത്തെയുമായിരുന്നു, തീർത്ഥങ്കരനായിരുന്നു. അദ്ദേഹം 24-ാമത്തെയാണ്, അവസാനത്തെയാണെന്നൊക്കെ പറഞ്ഞില്ലേ? ആരാവും ഞങ്ങളെ ഈ വർത്തമാന മഹാവീര എന്ന് വെച്ചാൽ? ആരാണ്? വർത്തമാന മഹാവീര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അദ്ദേഹം ആരാണെന്ന് ഒന്നറിയുന്നത് നല്ലതാണ് അല്ലേ? അതായത് ബോൺ ഇൻ കൗഡുൽ, ആ പേര് നോക്കണേ, കുണ്ടലായിരുന്നു അല്ലേ, കുന്തല ഗ്രാമത്തിൽ. ബോൺ ഇൻ കുന്തല വില്ലേജ് നിയർ വൈശാലി, ബീഹാർ. ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് നമ്മുടെ വർത്തമാന മഹാവീരൻ ജനിച്ചത്. ഫസ്റ്റ് സെൻറ്റൻസ് ഓർത്തോണ്ടോ നിങ്ങൾ? വർത്തമാന മഹാവീര ആരാണ്? അതേക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, 4-5 പോയിന്റ് കൊണ്ട് അങ്ങ് ചുരുക്കി പറഞ്ഞേക്കുക. അദ്ദേഹം ജനിച്ചത് ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി വാസ് ദ 20th, ആരാണ് ഇദ്ദേഹം? തീർത്ഥങ്കര, 20th തീർത്ഥങ്കര. ഇദ്ദേഹം 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. ഹി വാസ് ദ 24th തീർത്ഥങ്കര, 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. പിന്നെ he spread his ideas by combining his principles with those of ആ പേര് നോക്കണേ, those of പാർശ്വനാഥ് ദ 23 അല്ലേ, 23 ആ പേര് നോക്കിയേ, 23 ത്രിതങ്കര അല്ലേ, ത്രിതങ്കര നോക്കിക്കേ. ഹീ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ബൈ കമ്പൈനിങ്. 23-ാമത്തെ തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്ത് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. 23-ാമത്തെ തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്ത് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എന്നിട്ടോ ആൾസോ നോണസ്, ആ പേര് നോക്കിയേ, ജിനൻ കേട്ടോ. ഇത് ഏത് പേരിലാണ്? ജിനൻ എന്നും അറിയപ്പെട്ടു കേട്ടോ. വർത്തമാന മഹാവീരനെ ഏത് പേരിലും അറിയപ്പെട്ടു? അത് ഒരു മാർക്കിന് ചോദിക്കും, ജിനൻ കേട്ടോ. പിന്നെ ഐഡിയാസ് വെയർ സ്പ്രെഡ് ഇൻ പ്രാകൃത ലാംഗ്വേജ്. പ്രാകൃത ഭാഷകളിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അറ്റൈൻഡ് നിർവാണ നിയർ പാട്നയിലെ, അതായത് പാട്നയ്ക്ക് സമീപത്തുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നിർവാണം പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. നിർവാണം പ്രാപിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു കേട്ടോ. അതായത് വർത്തമാന മഹാവീരെ കുറിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാവും ഞങ്ങൾ എഴുതിയേക്കുന്നത്. അതിൻ്റെ മലയാളം എന്താണ്? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. 23-ാമത്തെ തീർത്ഥങ്കനായിരുന്ന പാർശ്വനാഥൻ്റെ ആ പേര് പാർശ്വനാഥൻ എന്നാണ് കേട്ടോ, പാർശ്വനാഥൻ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്ത് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ജിനൻ എന്നും അദ്ദേഹത്തിനെ അറിയപ്പെട്ടു. പ്രാകൃത ഭാഷകളിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അതായത് പാട്നയ്ക്ക് സമീപമാണ് പാവ എന്ന സ്ഥലത്ത് വെച്ച് നിർവാണവും പ്രാപിച്ചു കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത, വാട്ട് ആർ ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ജൈനിസം? വാട്ട് ആർ ദ മെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ജൈനിസം? ജൈന മതത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ജൈന മതത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇൻ ദീസ് വേൾഡ് എവരിതിങ് ഹാസ് ലൈഫ്. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഈ ലോകത്തിലെ എവരിതിങ് ഹാസ് ലൈഫ്, ലോകത്തിലെ എല്ലാ വസ്തുക്കളും ജീവനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ്. ഡു നോട്ട് ഹാം എനി ലിവിങ് ബീയിങ്. ജീവനുള്ള ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കരുത്. ജൈന മതത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. പിന്നെയോ ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത്
കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കർമ്മ അല്ലേ, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഉടനെ പറയും കർമ്മ ഇല്ലയോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുസരിച്ചാവും നിങ്ങളെ ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ആ 3 പോയിന്റ് പഠിക്കണം. നല്ലപോലെ പറ്റുന്നുണ്ടല്ലോ. ജൈന മതത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. 9. ഓക്കെ. 10. What are the 3 principles proposed by Mahavira who denied the authenticity of the Vedas for attaining moksha? സാൽവേഷൻ ആണ് മോക്ഷ കേട്ടോ. അതായത് കറക്റ്റ് പറയാനാണെങ്കിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്തിലല്ലേ. അതായത് വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായിട്ട് മുന്നോട്ട് വെച്ച 3 തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് കറക്റ്റ് അത് കേട്ടോ. എന്താണ്? വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി മുന്നോട്ട് വെച്ച 3 തത്വങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് നിങ്ങളെ? സാൽവേഷൻ, റൈറ്റ് ബിലീഫ്, നമ്മൾ ശരിയായിട്ട് വിശ്വസിക്കുക, ശരിയായ ബിലീഫ്, വിശ്വാസം വേണം അല്ലേ, എന്തിനേയും വിശ്വസിക്കാനുള്ളൊരിത് വേണം. റൈറ്റ് നോളജ്, ശരിയായ അറിവ് വേണം കുഞ്ഞുങ്ങളെ, എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ അത് അറിവ് വേണം. റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. ഈ 3 തത്വങ്ങളെ ത്രിരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ദേ ആർ നോൺ ആസ് ദ ത്രിരത്നാസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ആർ ദ 3 പ്രിൻസിപ്പിൾസ് പ്രൊപ്പോസ്ഡ് ബൈ മഹാവീര ഹു ഡിനൈഡ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് ഫോർ അറ്റൈനിങ് മോക്ഷ? വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ 3 തത്വങ്ങളെ ത്രിരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്നു. According to Jainism, monks and nuns were supposed to observe 5 vows. What are they? According to Jainism, monks and nuns were supposed to observe 5 vows. What are they? നമ്മുടെ ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ടിയിരുന്ന 5 വ്രതങ്ങൾ ഏതെല്ലാം? ജൈനമതപ്രകാരം, നമ്മൾ ജൈനമതമാണ് പഠിക്കുന്നത്, അപ്പോൾ ഈ ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ട 5 വ്രതങ്ങൾ ഏതെല്ലാം? ഡോണ്ട് കിൽ എനിത്തിങ്. ഡോണ്ട് കില്ല് എനിത്തിങ്, നമ്മൾ ഒന്നിനെയും കൊല്ലരുത്. ഡോണ്ട് സ്റ്റെല്ല്, നമ്മൾ കള്ളം പറയരുത്. ഡോണ്ട് കൊല്ലരുത് അല്ലേ, നമ്മൾ ഡോണ്ട് സ്റ്റെൽ അല്ലേ, STEAL, നമ്മൾ മോഷ്ടിക്കരുതെന്ന് അവിടെ. ഡോണ്ട് ലൈ എന്ന് വെച്ചാൽ കള്ളം പറയരുത്. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി ആൻഡ് പ്രാക്ടീസ് സെലിബസി, ഇവിടെ സ്വത്തവകാശം വെക്കാതിരിക്കുക കേട്ടോ, സ്വത്ത് അവകാശങ്ങളൊന്നും വെക്കാതിരിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നും ഒരെണ്ണമുണ്ട് കേട്ടോ, പ്രാക്ടീസ് സെലിബസി, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക കേട്ടോ. നല്ല 5 എണ്ണം ഉണ്ടല്ലേ, 3-5 എണ്ണം. ഒന്നിനെയും നമ്മൾ കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, ബ്രഹ്മചര്യം സെലിബസി, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടികളുണ്ടല്ലോ നിങ്ങൾ, വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അത് കൈവശം ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, സ്വത്ത് കൈവശം വെക്കാതിരിക്കുക. കൈവശം വെക്കാതിരിക്കുക എന്ന്, സ്വത്തുക്കൾ നമ്മളുടെ അതുണ്ടെങ്കിൽ ഇല്ലയോ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് അല്ലേ, ഇല്ലയോ? അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതെന്തോ ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ള ഒരു ഇത് വരും. അതില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ, അത് കൈവശം വെക്കാതിരിക്കുക. അപ്പം ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ട 5 വ്രതങ്ങൾ ഏതെല്ലാം? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വെക്കാതിരിക്കുക കേട്ടോ. അടുത്ത് ലേറ്റർ 2 sects were formed in Jainism, which are they? പിൽക്കാലത്ത് ജൈനമതത്തിൽ രൂപപ്പെട്ട 2 വിഭാഗങ്ങൾ ഏതെല്ലാം? ഇതിനു ശേഷം ജൈനമതത്തിൽ രൂപപ്പെട്ട 2
വിഭാഗങ്ങൾ ഏതാണെന്ന് ചോദിക്കും കേട്ടോ. ജൈനമതത്തിൽ വന്ന രണ്ടെണ്ണമാണ് ഏതാ? ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ശ്വേതാംബരന്മാരെ കുറിച്ചും ദിഗംബരന്മാരെ കുറിച്ചും കേട്ടോ. ഓക്കെ, അതുപോലെ 13ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധ. ബുദ്ധമത തത്വങ്ങൾ പട്ടികപ്പെടുത്താൻ. ലിസ്റ്റ് ഔട്ട് കേട്ടോ, പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധ അത്ര എഴുതിയാലും മതി. ബുദ്ധമത തത്വങ്ങൾ എന്തെല്ലാമാണ്? ബുദ്ധമത തത്വങ്ങൾ എന്തെല്ലാമാണ് നോക്കൂ നിങ്ങളെ. ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ. ജീവിതം ദുഃഖമയമാണ്. ജീവിതം ദുഃഖമയമാണ്. അതായത് ഈ ബുദ്ധനെ കുറിച്ച് പറഞ്ഞാലേ, നിങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞ വർത്തമാന മഹാവീരയുടെ കാര്യം പറഞ്ഞോല്ലേ, ബുദ്ധനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ് കേട്ടോ. ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേരെന്താ? സിദ്ധാർത്ഥൻ എന്നായിരുന്നു. നമ്മുടെ നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയില് ശാക്യ ഗോത്രത്തിലെ ശുദ്ധോധന രാജാവിൻ്റെയും മായാദേവിയുടെയും മകനാണ് ഈ സിദ്ധാർത്ഥന്. യശോദയായിരുന്നു സിദ്ധാർത്ഥന്റെ ഭാര്യ. ജാതക കഥകളിൽ ബുദ്ധന്റെ ജീവിതം പരാമർശിക്കുന്നുണ്ട്. ബുദ്ധൻ ജനിച്ചത് ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു. അഹിംസ എന്ന ആശയം മുന്നോട്ട് വെച്ചു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പാലിയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സാരാനാഥിൽ വെച്ച് ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തി. കുശി നഗരത്തിൽ വെച്ച് ബുദ്ധൻ നിർവ്വാണവും പ്രാപിച്ചു എന്നാണ് ബുദ്ധനെ കുറിച്ച് ചോദിച്ചാൽ പറയേണ്ടത് കേട്ടോ. അപ്പം ബുദ്ധന്റെ ജീവിതം എന്ന് വെച്ചാൽ ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ഈ ആശയം നശിപ്പിച്ചാൽ നമ്മുടെ ദുഃഖം ഇല്ലാതാകും. ഇതിനെ അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്നുമാണ് അദ്ദേഹം ബുദ്ധമത തത്വങ്ങളിൽ പറയുന്നത്. എന്തൊക്കെയാ? നമ്മുടെ ജീവിതങ്ങൾ ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുകയുള്ളൂ, ഇന്നതായിരിക്കും ഇങ്ങനായിരിക്കും അല്ലേ, ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നും അല്ലേ. ആ ആശയാണ് നമ്മുടെ ദുഃഖത്തിനെല്ലാം കാരണവും. ഈ ആശയം നശിപ്പിച്ചാൽ നമ്മുടെ ദുഃഖം ഇല്ലാതാകും. ഇതിനെ അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് കേട്ടല്ലോ. അടുത്ത 14ാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ സ്തൂപങ്ങൾ? എന്താ കുഞ്ഞുങ്ങളെ സ്തൂപങ്ങൾ എന്നാൽ എന്ത്? സ്തൂപങ്ങൾ എന്നാൽ എന്ത്? സ്തൂപാസ് ആർ building built on sites where the physical remains of the Buddha or object used by the Buddha were buried. Stupas are made in a semicircular shape. They are rich in carvings. സാഞ്ചി ആൻഡ് സാരനാഥ് സ്തൂപാസ് ആർ ഫേമസ്. അതിൻ്റെ മലയാളം നമ്മുടെ ബുദ്ധൻ്റെ എന്നാട്ടോ, ഇൻട്രേന്ന് എഴുതിയെന്ന് അങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ വന്നു കേട്ടോ. ബുദ്ധൻ്റെ എന്നാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഭൗതിക അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് കുഞ്ഞുങ്ങളെ സ്തൂപങ്ങളെന്ന് പറയുന്നത് കേട്ടോ. സ്തൂപങ്ങൾ എന്നാൽ എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ് ഈ സ്തൂപങ്ങൾ. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ് എന്നും പറയുന്നുണ്ട്. അപ്പം സ്തൂപങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയെടുത്തോണേ. അടുത്ത 15ാമത്തെ ചോദ്യം, ഡു യു തിങ്ക് ദ ആക്ടിവിറ്റീസ് ഓഫ് ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഗനൈസേഷൻസ് വെയർ ഡെമോക്രാറ്റിക്? കേട്ടോ, നോക്കിക്കേ, അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധമത സന്യാസി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനാധിപത്യ രീതിയിൽ ഉള്ളതായിരുന്നോ? ബുദ്ധമത സന്യാസി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനാധിപത്യ രീതിയിൽ ഉള്ളതായിരുന്നോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. നോക്കിക്കേ, ഇവിടെ സംഘാസ് ഓഫ് മോങ്സ്, മൊണാസ്റ്റിക് ഓർഡേഴ്സ് ആണ് സംഘങ്ങൾ, സംഘാസ് ഓഫ് മോങ്സ് വെർ ഫോംഡ് ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. All people were admitted to the Sangha regardless of caste and gender. Women of the Sangha were known as ബിക്ഷുണീസ്. പേരൊക്കെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഭിക്ഷുണികൾ എന്നാ അല്ലേ, ഭിക്ഷുണീസ്. പിന്നെ
ആൻഡ് ദ മെൻ വെയർ കാൾഡ് ഭിക്ഷൂസ്. ഡിസിഷൻസ് വെയർ മെയ്ഡ് ഇൻ ദ സംഘ ത്രൂ ഡിസ്കഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ദ മെജോറിറ്റി. കേട്ടോ, ആ ചോദ്യം നല്ലൊരു ചോദ്യം. ഡു യു തിങ്ക് ദ ആക്ടിവിറ്റീസ് ഓഫ് ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഗനൈസേഷൻസ് വെയർ ഡെമോക്രാറ്റിക് അല്ലേ? അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇത് എഴുതിക്കൂടെ? അതായത് ബുദ്ധമത സന്യാസി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനാധിപത്യ രീതിയിലുള്ളതായിരുന്നോ? അതിനെക്കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്താൻ. ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജാതി ലിംഗ പരിഗണനകൾ ഒന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. ഈ സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാരെ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയുമായിരുന്നു സംഘങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ബുദ്ധമത സംഘത്തിൻ്റെ പ്രവർത്തന രീതി ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി. കേട്ടോ. അടുത്ത 16ാമത്തെ ചോദ്യം. ബുദ്ധിസം സ്പ്ലിറ്റ് ഇൻ ടു വിച്ച് ആർ ദേ? മുമ്പ് നമ്മൾ ജൈനമതത്തിനകത്തിൽ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ജൈനമതത്തിൽ. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഏതൊക്കെയാ? വിച്ച് ആർ ദേ? ബുദ്ധമതം 2ആയിട്ട് പിരിഞ്ഞു. ഏതൊക്കെയാണ്? മഹായാന, ഹീനയാന. കേട്ടോ, അങ്ങനെ കറക്റ്റ് പറയുന്നത് മഹായാനയും ഹീനയാനയും എന്നാ കേട്ടോ. ഹീനയാനം, മലയാളത്തിൽ മഹായാനം, ഹീനയാനം. ഇംഗ്ലീഷൊക്കെ മഹായാന, ഹീനയാന. കണ്ടോ? 16. 17ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ കോമൺ ഐഡിയ പ്രൊപ്പൗണ്ടഡ് ബൈ ദ ബുദ്ധ ആൻഡ് മഹാവീര. നമ്മുടെ ഈ ബുദ്ധനും മഹാവീരനും കൂടി മുന്നോട്ട് വെച്ച പൊതു ആശയങ്ങൾ, കോമൺ ഐഡിയകൾ എന്തെല്ലാമായിരുന്നു എന്നാണ്. നോക്കിക്കേ. ഒന്നാമത്തത്, ക്വസ്റ്റ്യൻഡ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ്. 2, അഹിംസ പ്രിൻസിപ്പിള്. 3, പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഒന്നാമത്തെ എന്താ നിങ്ങളെ? ക്വസ്റ്റ്യൻഡ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ്. ജനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിലൊക്കെ അവർ വിശ്വസിച്ചിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻഡ് ദ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ? അധികാരങ്ങൾ അല്ലേ? വേദങ്ങളുടെ ആധികാരികതയെ അവർ ചോദ്യം ചെയ്തു. കേട്ടോ, വേദങ്ങളുണ്ടല്ലോ, ഈ വേദങ്ങളുടെ അതോറിറ്റി എന്ന് വെച്ചാൽ അധികാരത്തെയൊക്കെ അവർ വേദങ്ങളുടെ അധികാരത്തെയൊക്കെ അവർ ചോദ്യം ചെയ്തു എന്നാ ഒറ്റയടിക്ക് പറഞ്ഞ അല്ലേ? 2, അഹിംസ പ്രിൻസിപ്പിൾ. അഹിംസയ്ക്കൊക്കെ അവർ പ്രാധാന്യം കൊടുത്തു. പ്രൊപ്പഗേറ്റഡ് ഐഡിയ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. പാലി, പ്രാകൃത് എന്നീ പറയുന്ന ഭാഷയുണ്ടല്ലോ, സാധാരണക്കാരുടെ ഭാഷയായിരുന്നു. അവരതിനെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഒപ്പോസിഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ജാതി വ്യവസ്ഥ അല്ലേ? അതായത് ഏതൊക്കെയാ? യാഗാസ്, വേദ സിസ്റ്റംസ് ഒക്കെ എന്ന് വെച്ചാൽ ഈ ചതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, യാഗങ്ങൾ എന്നിവയൊക്കെ അവരെന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു എന്നാ. ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം, യാഗ, കേട്ടോ, അതുപോലെ വേദ, ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, യാഗങ്ങൾ എന്നിവയൊക്കെ അവർ ഒപ്പോസ് ചെയ്തു എന്ന് വെച്ചാൽ എതിർത്തു. പിന്നെയോ മോണിസ്റ്റിക് ലൈഫ്, ഡെമോക്രാറ്റിക് ഫോം ഓഫ് ആക്ടിവിറ്റീസുകൾ, പിന്നെ ജനാധിപത്യ പ്രവർത്തന രീതിയായിരുന്നു. അവരെന്താ? 2 മതങ്ങളെ മഗധയിൽ അവർ പ്രചരിപ്പിച്ചായിരുന്നു. നോ കാസ്റ്റ് ആൻഡ് ജെൻഡർ കണ്ടീഷൻസ്. ജാതി ഭേദമൊന്നും ഇല്ലാതെ, ജാതി ലിംഗ പരിഗണനകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നോ കാസ്റ്റ്, ജാതി മതം അതൊന്നും അവർ, ജാതി ലിംഗ പരിഗണന ആണെന്നോ പെണ്ണെന്നോ ഒന്നും പരിഗണനകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് കേട്ടോ. ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു 5 പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ബുദ്ധനും മഹാവീരനും മുന്നോട്ട് വെച്ച പൊതു ആശയങ്ങൾ എന്തെല്ലാമാണ്? ജനനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിൽ അവർ വിശ്വസിച്ചിരുന്നു.
വേദങ്ങളുടെ ആധികാരികതയെ അവർ ചോദ്യം ചെയ്തു. അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. സാധാരണക്കാരുടെ ഭാഷയായിരുന്ന പാലി, പ്രാകൃത് എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഭാഷയിൽ അവർ ആശയങ്ങൾ ഓരോ ആശയങ്ങൾ അവർ ഏത് ഭാഷയിലാണ്? പാലി, പ്രാകൃത് എന്ന് പറയുന്ന ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പിന്നെ ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യം, യാഗങ്ങൾ എന്നിവ അവർ എതിർത്തു. 2 മതങ്ങളും മഗധയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ജനാധിപത്യ പ്രവർത്തന രീതി ഉണ്ടായിരുന്നു. ജാതി ലിംഗ പരിഗണനകൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത 18ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് യു മീൻ ബൈ മെറ്റീരിയലിസം അല്ലേ? മെറ്റീരിയലിസം എന്ന് വെച്ചാൽ ഭൗതികവാദം എന്നാൽ എന്താണ്? മെറ്റീരിയലിസം എന്ന് വെച്ചാൽ ഭൗതികവാദം എന്നാൽ എന്താണ്? മെറ്റീരിയലിസം വാസ് വൺ ഓഫ് ദ സ്കൂൾസ് ഓഫ് തോട്ട് വെയർ ഫോംഡ് ഇൻ ദ 16th century BCE. പിന്നെ മെറ്റീരിയലിസം അല്ലേ കുഞ്ഞുങ്ങളെ, അതായത് അജിത കേശകമ്പളിൽ ആയിരുന്നു. ആ പേര് നോക്കിയേ, അജിത കേശകമ്പളിൽ കേട്ടോ. അജിത കേശകമ്പളിൽ വാസ് ദ പ്രൊമുൾഗേറ്റർ ഓഫ് ദി സ്കൂൾ ഓഫ് തോട്ട്. ദ മെറ്റീരിയലിസ്റ്റ് opined that all religious practice are meaningless and that there is neither ആ പേരൊക്കെ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. നെയ്തർ ഇഹലോക ഓർ പരലോക. ഈ കേട്ടോ, ഇഹലോക ഓർ പരലോക കേട്ടോ. എന്താണ് മെറ്റീരിയലിസം എന്നതുകൊണ്ട് അതങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ BC 6ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ആശയധാരകളിൽ ഒന്നായിരുന്നു ഈ ഭൗതികവാദം അല്ലെങ്കിൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അജിത കേശകമ്പളിൽ ആയിരുന്നു ഈ ചിന്താധാരയുടെ ചിന്താധാരയുടെ പ്രചാരകൻ ആരാണ്? അജിത കേശകമ്പളിൻ കേട്ടോ. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ടെസ്റ്റിലുണ്ട് കേട്ടോ അത്. അടുത്ത What can we learn from this about the administrative system of Vaji at that time? Vaji എന്ന് പറയാം. Vaji 2 J ഉണ്ട് കേട്ടോ. Vaji at that time. Decisions were taken jointly through discussions. Elders were respected and supported. Women lived freely. Places of worship existed in villages and cities. People of different faith can move about freely. ചോദ്യം കേട്ടാന്ന് തോന്നിയില്ലേ? വാജിയിലെ ഭരണ സമ്പ്രദായങ്ങളെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ബുദ്ധകൃതിയായ അല്ലേ അല്ല ആ ചോദ്യമല്ലല്ലോ അത്. അതെ, ബുദ്ധകൃതിയായ ദിഖനികായയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് കേട്ടോ. ചോദ്യം ഇംഗ്ലീഷുകാർക്ക് പക്ഷേ ഇങ്ങനെ വാട്ട് ക്യാൻ ബി ലേൺ ഫ്രം ദീസ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വാജി അറ്റ് ദാറ്റ് ടൈംസ് എന്നാണ് കേട്ടോ. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ ആ ചോദ്യം മലയാളംകാർക്ക് തന്നെ ഇങ്ങനെ എഴുതിയ വാജിയിലെ ഭരണ സമ്പ്രദായങ്ങളെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ ബുദ്ധകൃതിയായ ദിഖനികായയിൽ നിന്നും മനസ്സിലാക്കാം. അതായത് ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയായ, എത്ര വർഷം മുമ്പാവുന്നില്ല അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയായ ദിഖനികായ എന്ന കൃതിയിൽ വജ്ജി എന്ന രാഷ്ട്രത്തെപ്പറ്റി, അതായത് മഹാജനപദം, ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അക്കാലത്തെ ഭരണ സമ്പ്രദായങ്ങളെപ്പറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. എങ്ങനെയായിരുന്നു? വജ്ജിയിലെ ഭരണ സമ്പ്രദായങ്ങളെപ്പറ്റി ദിഖനിയിൽ പറഞ്ഞ് അവർ ഏത് കാര്യവും എല്ലാവരും കൂടി ചേർന്ന് ചർച്ച ചെയ്തായിരുന്നു തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. ജനങ്ങൾ ഒന്നിച്ചു ചേർന്നായിരുന്നു പ്രവർത്തിച്ചിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ സ്വതന്ത്രരായാണ് ജീവിച്ചിരുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആരാധനാലയങ്ങൾ നിലനിന്നിരുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടർന്നവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നു കേട്ടോ.
അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ എന്താണ് ജനപദാസ്? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജനപദങ്ങൾ എന്നാൽ എന്താണ്? ജനപദ മീൻസ് എ പ്ലേസ് വെയർ പീപ്പിൾ വെയർ സെറ്റിൽഡ്. ഫോറസ്റ്റ് വെയർ ബേൺഡ് ഡൗൺ ടു ഫോം farmland and residential area. People settled there permanently. This is how Janapadas were formed. Later Vedas refers to various Janapadas. അതായത് നമ്മുടെ വേദ കാലഘട്ടങ്ങളിലെ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. എവിടെയാണ്? ജനപദ മീൻസ് പീപ്പിൾ പ്ലേസ് വെയർ പീപ്പിൾ വെയർ സെറ്റിൽഡ് അല്ലേ? അവിടെ കൂടുതലും വേദകാലഘട്ടത്തിലെ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത് കേട്ടോ. പിന്നെയോ ജനപദാസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേദകാലങ്ങളിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവ ജന എന്നാണ് അറിയപ്പെട്ടത്. കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ജനം അധിവസിച്ച സ്ഥലം ജനപദം എന്ന് അറിയപ്പെട്ടു. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? വേദകാലഘട്ടത്തിലെ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവ ജന എന്നാണ് അവരെ അറിയപ്പെട്ടത്. കൃഷി അങ്ങ് വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ജനം അധിവസിച്ച സ്ഥലം ജനപദം എന്ന് അറിയപ്പെട്ടു. അടുത്ത ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്കസ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഫ്രം എ ട്രൈബൽ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ടു മഹാജനപദാസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗോത്ര രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്നും മഹാജനപദങ്ങളിലേക്കുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്നിവ കണ്ടെത്തി ഒരു ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ. ട്രൈബൽ സോഷ്യൽ സിസ്റ്റം വാസ് എക്സിസ്റ്റഡ് ഇൻ ദ വേദിക് പീരീഡ്. നമ്മുടെ ഈ വേദകാലഘട്ടത്തിലെ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് കേട്ടോ. ട്രൈബൽ സോഷ്യൽ സിസ്റ്റം ആയിരുന്നു. ആസ് അഗ്രികൾച്ചർ ബിക്കംസ് വൈഡ് സ്പ്രെഡ്, these tribal communities began to settle down permanently in different places. These came to be known as ജനപദാസ്. ഇപ്പം നമ്മൾ പറഞ്ഞു കൃഷി വ്യാപകമായതോടെ ഇങ്ങനെയുള്ള ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെ അവരെ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ ജനപദങ്ങൾ എന്നവരെ അറിയപ്പെട്ടു. അഗ്രികൾച്ചർ സർപ്ലസ് പ്രൊഡക്ഷൻസ് ഇൻ ദ ജനപദാസ് ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആസ് വെൽ ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ്. ഈ ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനമൊക്കെ കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. സം റെഗുലേഷൻസ് ബിക്കെയിം നെസസറി ടു കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് സച്ച് ഡൈവേഴ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായി വന്നു. ദ ഇൻഎക്സ്ട്രിക്കബിൾ റിലേഷൻഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ദ സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദീസ് ടൈം. എന്ന് വെച്ചാൽ മഹാജനപദാസ് ഡ്യൂറിങ് ദീസ് ടൈം കൃഷിയോടും മണ്ണിനോടുമുള്ള ബന്ധം വളർന്നു വരികയും ഇത് അവരുടെ പ്രദേശമൊക്കെ എന്ത് ചെയ്തു, ഇവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും അവരുടെ സ്വന്തം അല്ലേ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതാന്നുള്ള ഒരു മണ്ണൊക്കെ എൻ്റെതാ, ഞാൻ കൃഷി ചെയ്തതാന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടായി. പിന്നെ ദീസ് ഗേവ് റൈസ് ടു ദ വ്യൂ ഓഫ് വൺസ് ഓൺ ലാൻഡ് അല്ലേ. അവർ എന്ത് ചെയ്തു, അവിടെ ബുദ്ധാകൃതിയായ റിലേഷൻഷിപ്പ് അല്ലേ ഇവിടെ. ദീസ് ഗേവ് റൈസ് ടു ദ വ്യൂസ് ഓഫ് വൺസ് ഓഫ് ലാൻഡ്. ദ ബുദ്ധിസ്റ്റ് വർക്ക്, ആ പേരൊന്ന് നോക്കണേ വെച്ചില്ലേ, അങ്കുത്തര നികായ എന്നാണ് കേട്ടോ. അങ്കുത്തര നികായ സ്പീക്സ് ഓഫ് 16 പൊളിറ്റിക്കൽ എൻറ്റൈറ്റീസ് ദാറ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ ദീസ് വേ. അതായത് നമ്മുടെ ബുദ്ധൻ്റെ ഒരു കൃതിയാണ് ബുദ്ധിസ്റ്റ് വർക്ക്, ബുദ്ധൻ്റെ ഒരു കൃതിയായ അങ്കുത്തര നികായയിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. പിന്നെയോ ദീസ് വെയർ നോൺ ആസ് മഹാജനപദാസ്, ഇവ മഹാജനപദങ്ങൾ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ദി ചേഞ്ച് ഡിസ്ക്രൈബ്ഡ് എബവ് റെഫേർഡ് ടു ആസ് സെക്കൻഡ് അർബനൈസേഷൻസ് ബൈ ഹിസ്റ്റോറിയൻസ്. മഹാജനപദങ്ങളിൽ കാര്യക്ഷമമായി നികുതി പിരിവ് സമ്പ്രദായവും പിന്നെ മഹാജനപദങ്ങളിൽ കാര്യക്ഷമമായിട്ട് നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും ഒക്കെ നിലവിൽ വന്നായിരുന്നു.
പിന്നെന്താ, ആൻഡ് എഫേർട്ട് സിസ്റ്റംസ് ഓഫ് ടാക്സ് കളക്ഷൻസ് അറ്റ് എ സ്റ്റാൻഡിങ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദീസ് ടൈം. ഓക്കെ. പിന്നെ ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽസ് വെയർ മെയിൻലി പെയ്ഡ് അസ് ടാക്സ്. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയാണ് മുഖ്യമായും നികുതിയായിട്ട് നൽകിയിരുന്നത്. പിന്നെ ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽസ് വെയർ മെയിൻലി പെയ്ഡ് അസ് ടാക്സ്. ഫോർ ക്യാരിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻസ് ദെയർ വെയർ മെനി ഒഫീഷ്യൽസ്. മഹാജനപദാസ് ഹാഡ് ഫോർട്ട് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ്. അതായത് ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. മഹാജനപദങ്ങൾക്ക് കോട്ടങ്ങളും തലസ്ഥാന നഗരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം മലയാളം നാട് വരുന്നുണ്ട്. അതായത് ഗോത്ര രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്ന് മഹാജനപദങ്ങളിലേക്കുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും എഴുതാനാണ്. ഒന്നാമത്തത്, വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിരുന്നു. കൃഷിയോടും മണ്ണിനോടുമുള്ള ബന്ധം വളർന്നു വരികയും ഇത് അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും ചെയ്തു. ബുദ്ധ കൃതിയായ അംഗുത്തര നികായയിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഇവ മഹാജനപദങ്ങൾ എന്ന് അറിയപ്പെട്ടു. രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള ഈ മാറ്റങ്ങളെ രണ്ടാം നഗരവൽക്കരണം എന്ന് അറിയപ്പെടുന്നു. മഹാജനപദങ്ങളിൽ കാര്യക്ഷമമായി നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലനിന്നിരുന്നു. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയാണ് മുഖ്യമായും നികുതിയായിട്ട് നൽകിയിരിക്കുന്നത്. ഭരണനിർവഹണത്തിനായിട്ട് ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളുമൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത 22ാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മഹാജനപദാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മഹാജനപദാസ്. ഈ മഹാജനപദാസ് എന്നതിനെക്കുറിച്ച് നല്ലപോലെ അറിയണം കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ അത് കിടപ്പുണ്ട്. അതായത് ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻസ്. അതിൻ്റെ മലയാളം ഉണ്ടല്ലോ. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻസ് ആൻഡ് എ സ്റ്റാൻഡിങ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദി സെയിം. അതായത് മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചത്. കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും അവിടെ നിലവിൽ വന്നു. ദ വേർഡ് ബലി ഭാഗ കേട്ടോ. ബലി ഫൗണ്ട് ഇൻ പാലി ടെക്സ്റ്റ് മീൻസ് ടാക്സ്. ഭാഗ വാസ് അനദർ ടൈപ്പ് ഓഫ് ടാക്സ്. ഈ ബലി ഭാഗ എന്നീ നികുതികൾ അവിടെ പിരിച്ചിരുന്നു. 2 നികുതികളുടെ പേരാണ് ബലിയും ഭാഗയും കേട്ടോ. 2 നികുതികളുടെ ടാക്സിൻ്റെ പേരാണ് കേട്ടോ. ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽസ് വെയർ മെയിൻലി പെയ്ഡ് ആസ് ടാക്സ്. നമ്മൾ ഈ ധാന്യങ്ങളും കന്നുകാലികളും എന്നിവയായിരുന്നു മുഖ്യമായിട്ടും ഇവിടെ നികുതിയായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ. പിന്നെയോ, ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽസ് വെയർ മെയിൻലി there were many official for carrying out administration. The work, പേര് നോക്കണേ, the work പേര് എന്തുവായിരുന്നു, സദപത് മെൻഷൻസ് സേനാനി. അത് മലയാളം നോക്കാമെന്നുള്ളത്. ഓക്കെ. മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ എപ്രകാരമായിരുന്നു? കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിൽ വന്നു. ബലി ഭാഗ എന്നീ നികുതികൾ പിരിച്ചിരുന്നു. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതിയായിട്ട് നൽകിയിരുന്നത്. ഭരണനിർവഹണത്തിനായിട്ട് ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. രാജാവിനെ സഹായിക്കാൻ ആ പേര് നോക്കിയ സേനാനി, പുരോഹിതര്, ഗ്രാമണി എന്നിവർ ഉണ്ടായിരുന്നു. രാജാവിനെ സഹായിക്കാൻ സേനാനി, പുരോഹിതന്, ഗ്രാമീണൻ എന്നിവർ ഉണ്ടായിരുന്നു. ഡു യു തിങ്ക് ദാറ്റ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെയർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മഗധ? വൈ? ഓക്കെ. ഡു യു തിങ്ക് ദാറ്റ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെയർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മഗധ? മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻസ് വിത്ത് ഗുഡ് റെയിൻഫാൾ. ഈ മഗധയെക്കുറിച്ച് പറഞ്ഞാലേ, അതായത് നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമാണ്. നമ്മുടെ ഭൂമിശാസ്ത്ര സവിശേഷതയിൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഭൂമിശാസ്ത്ര സവിശേഷതയിൽ മഗധയുടെ വളർച്ചയ്ക്ക് കാരണം എന്തൊക്കെയാണ്? ഈ മഗധ ഇങ്ങനെ വളരാനുള്ള ഗ്രോത്ത് ഓഫ് മഗധ അല്ലെ, അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. മഗധ എന്ന് പറയുന്നത്
എന്താ നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള ഒരു പ്രദേശമാണ്. ലാർജ് ഡിപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ, ഇവിടെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപമുണ്ട്. എലിഫൻസ് വെയർ അവൈലബിൾ ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് മഗധ, യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആനകളെ വനങ്ങളിൽ നിന്നും യഥേഷ്ടം അവർക്ക് ലഭിച്ചിരുന്നു. വനങ്ങളിലുള്ള ആനകളെയൊക്കെ ആയിരുന്നു അവരെന്താ യുദ്ധങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. പിന്നെയോ ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡ് ഈസിലി ട്രാൻസ്പോർട്ടേഷൻസ് ഓഫ് ഗുഡ്സ്, ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു കേട്ടോ, ഉറപ്പാക്കി. ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾക്ക് ഉറപ്പാക്കി, കൊണ്ടുവരാനും ഒക്കെ അല്ലേ. യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആനകളെ വനങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നു. അവർക്ക് ധാരാളം ഇരുമ്പയിര് നിക്ഷേപം ഉണ്ടായിരുന്നു ഇല്ലേ, ആ മണ്ണ് നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മഗധയുടെ വളർച്ചയ്ക്ക് കാരണം കണ്ടോ. നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശം, ധാരാളം ഇരുമ്പയിര് നിക്ഷേപമുണ്ട്, യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആനകളെ വനങ്ങളിൽ നിന്നും വനങ്ങളിൽ നിന്നും യഥേഷ്ടം അവർക്ക് ലഭിച്ചു. ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾക്ക് ഉറപ്പാക്കി. അടുത്ത, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മൗര്യ കിങ്സ് ഡൂംസ് ഫ്രം ദീസ് ഇൻസ്ക്രിപ്ഷൻസ്? കേട്ടോ, എന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങളുടെ ടെസ്റ്റിലെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 37 റൂമിൻ്റെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ലിഖിതത്തിൽ നിന്ന് മൗര്യ രാജ്യത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന്. നമ്മുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 37 റൂമിൻ്റെയിലെ ലിഖിതം, അങ്ങനെ ഒരു ലിഖിതം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മൗര്യ രാജ്യത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ്? അശോക കെയിം ആൻഡ് വർഷിപ്ഡ് അറ്റ് ലുംബിനി. ഈ അശോകയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അശോക അല്ലേ. അതായത് മഗധയിലെ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BC 321 ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു കേട്ടോ. അശോക ചക്രവർത്തി ലുംബിനിയിൽ വന്ന് ആരാധന നടത്തിയിരുന്നു. അശോക കെയിം ഇൻ വർഷിപ്ഡ് അറ്റ് ലുംബിനി. നമ്മുടെ ഈ അശോക ചക്രവർത്തി ലുംബിനിയിൽ വന്ന് ആരാധന നടത്തിയിരുന്നു. സ്തൂപ വാസ് ഇറക്റ്റഡ് അറ്റ് ലുംബിനി ബീയിങ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ. ബുദ്ധന്റെ ജന്മസ്ഥലം എന്ന നിലയ്ക്ക് ഈ ലുംബിനിയിലും സ്തൂപം നിർമ്മിച്ചു. ഏതൊക്കെയാ? ബലി ആൻഡ് ബാഗ ടാക്സ് എക്സിസ്റ്റഡ് ഇൻ ദ മൗര്യൻ എംപയർ. ഈ ബലി, ബാഗ തുടങ്ങിയ നികുതികൾ മൗര്യ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ മലയാളമാണ് ഇത്, വായിക്കാൻ പറ്റുമല്ലോ. അടുത്ത, പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസ് ഏതൊക്കെയാണ്? നിങ്ങളുടെ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. പ്രവിശ്യ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആ ടെസ്റ്റ് പടം നോക്കി എഴുതാനാണ് കേട്ടോ. ഏതൊക്കെയാ? ഉജ്ജയിനി അല്ലേ, ഇവിടെ കുറേ പേര് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സദേൺ പ്രൊവിൻസ് ഏതാണ്? തെക്കൻ പ്രവിശ്യയിലാണ് ആരാണ്? സുവർണഗിരി ഉള്ളത്. തെക്കൻ പ്രവിശ്യയിൽ, അതായത് സദേൺ പ്രൊവിൻസ് ഏതൊക്കെയാണ്? സുവർണഗിരി. പടിഞ്ഞാറൻ പ്രവിശ്യ, വെസ്റ്റേൺ പ്രൊവിൻസിലാണ് ഉജ്ജയിനി. ഇനി നോർത്തേൺ പ്രൊവിൻസ്, വടക്കൻ പ്രവിശ്യയിലാണ് തക്ഷശില. കിഴക്കൻ പ്രവിശ്യ, അതായത് ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് ആരാ? തൊസാലി കേട്ടോ. അതിൻ്റെ മലയാളം ഉണ്ട്. പേര് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എഴുതാനാണ് കേട്ടോ. സുവർണഗിരി, ഉജ്ജയിനി, തക്ഷശില, തൊശാലി. അടുത്ത, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രസന്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ക്യാൻ ബി സീൻ ദ മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡിസ്കസ് ചെയ്യാൻ. അതായത് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു വേരിയസ് പ്രൊവിൻസ് ക്യാപിറ്റൽ. ഒന്ന് സ്റ്റേറ്റ് ക്യാപിറ്റൽ, ആർമി ഹാവിങ് 5 ഡിവിഷൻസ്, ടാക്സ്, പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ്, കോയിൻസും ഒക്കെ. അതായത് ഇന്നത്തെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ഏതൊക്കെ സവിശേഷതകൾ മൗര്യ ഭരണ സമ്പ്രദായത്തിൽ കാണാൻ കഴിയും ചർച്ച ചെയ്താൽ. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ വിവിധ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു. പ്രവിശ്യകളുടെ തലസ്ഥാനം, തലസ്ഥാനം, 5 വിഭാഗങ്ങളുടെ സൈന്യം, നികുതികൾ, പ്രവിശ്യ ഗവർണർമാര്, വാണിജ്യം, നാണയങ്ങൾ എന്നിവ. അടുത്തതാണ് ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് ഡൈനാസ്റ്റീസ് ആൻഡ് പ്രൊമിനന്റ് കിങ്സ് ഓഫ് മഗധ. കണ്ടോ, അതിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ട്. രാജവംശങ്ങളും അതിൻ്റെ രാജാക്കന്മാരും. ഒന്നാമത്തത് ഹര്യങ്ക ഡൈനാസ്റ്റി, ബിംബിസാരനും അജാതശത്രു. പിന്നെ ഏതാ? ശിശുനാഗ ഡൈനാസ്റ്റിയിലാണ് ശിശുനാഗൻ വരുന്നത്. നന്ദ ഡൈനാസ്റ്റിയിലാണ് മഹാപത്മനന്ദൻ വരുന്നത് കേട്ടോ. ഇതൊക്കെ എഴുതണേ. വാട്ട് ആർ ദ മെയിൻ ഐഡിയ ഓഫ് അശോകധമ? അശോകധമയിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ്? ബി ടോളറേറ്റ് ടു അതർ റിലീജിയൻ, മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക. റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, മുതിർന്നവരുടെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക.
ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക്, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. കേട്ടോ, ഈ 3 അശോകാദാമയുടെ പ്രധാന ആശയങ്ങളാണ്. ഐഡൻറ്റിഫൈ ദ മേജർ സിറ്റി സ്റ്റേറ്റ് ഓഫ് ഗ്രീസ്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഏതൻസ്, സ്പാർട്ട, നമ്മളിത് കഴിഞ്ഞ വർഷം പഠിച്ച കൊറിന്ത്, തിബ്ല അല്ലെ, തീബ്സ് എന്ന് പറഞ്ഞാലും തീബ്സ് കേട്ടോ. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പയർ ചെയ്യാൻ. ദ മഹാജനപദാസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ സിറ്റി സ്റ്റേറ്റ് ഓഫ് ഗ്രീസ്. മഹാജനപദാസ് lead fort and capital cities, an efficient system of tax collections and a standing army developed. There were many officials for the carrying out administration. States of Greece. Villages stood together for the purpose of security and governance came to be known as a city-state. A city-state consisted of a city and the surroundings agriculture villages. Hills and mountains provided natural boundaries for these city-states. Some of the city-states were island. The capital of these cities-state were located on high hills. അതിൻ്റെ മലയാളമാവും നിങ്ങളിത് കോട്ടകളും തലസ്ഥാന നഗരികളും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മഹാജനപദങ്ങളിലാണ് നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈനികവും നിലവിൽ വന്നു. ഭരണ നിർവഹണത്തിനായിട്ട് ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്ന് 3 പോയിന്റ്. ഇനി പൊതു സുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഒന്നിച്ചു നിന്ന ഗ്രാമങ്ങൾ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗരരാഷ്ട്രം. കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങളിൽ പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. അപ്പോൾ നോക്കൂ നിങ്ങളെ ബീനാസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ നമ്മുടെ ഈ 2ാമത്തെ ചാപ്റ്റർ കേട്ടോ. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ട്. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇനി 2ാമത്തെ ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. 1 വേർഡ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുള്ള് നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ നിങ്ങൾ, താങ്ക് യു.